നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏതൊരു രാജ്യത്ത് ചെന്നാലും അവിടുത്തെ നിയമം അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ശരിയായ രീതി. പരിമിതികൾ മൂലമോ അറിവില്ലായ്മ കൊണ്ടോ ചിലപ്പോൾ നിയമങ്ങൾ അതത് സമയത്ത് പാലിക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞത് വരില്ല. ചിലപ്പോൾ അത് മനഃപൂർവ്വമാകണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ മൂലമോ സാഹചര്യ പ്രശ്നങ്ങൾ കൊണ്ടോ ഇവ കൃത്യസമയത്ത് പാലിക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അതിനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. അനധികൃതമായി താമസിക്കുന്ന പ്രവാസികൾക്ക് നിയമപരമായി സ്റ്റാറ്റസിലേക്ക് മാറാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് ഖത്തർ. 2021 ഒക്ടോബർ 10-നാണ് ഇളവ് ആരംഭിച്ചു തുടങ്ങിയത്. ഇത് സംബന്ധിച്ച കാലാവധി മാർച്ച് 31-ന് അവസാനിക്കുകയാണ്. പ്രവാസികളുടെ വരവും പോക്കും താമസവും സംബന്ധിച്ച 2015-ലെ 21-ാം നമ്പർ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ച പ്രവാസികൾക്കും കമ്പനികൾക്കുമാണ് ഇളവ് ലഭിക്കുന്നത്. അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവർക്ക് ശിക്ഷാ നടപടികൾ ഇല്ലാതെ നിയമവിധേയമായി തന്നെ സ്വദേശത്തേക്ക് മടങ്ങുകയോ അല്ലെങ്കിൽ നിലവിലെ തൊഴിലുടമയുടെ കീഴിൽ റെസിഡൻസി പെർമിറ്റ് പുതുക്കുകയോ പുതിയ തൊഴിലുടമയുടെ കീഴിലേക്ക് മാറുകയോ ചെയ്യാനുള്ള അവസരമാണ് ഖത്തർ ഒരുക്കിയിട്ടുള്ളത്. സ്വദേശത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ പാസ്പോർട്ട്, ഓപ്പൺ ടിക്കറ്റ് എന്നിവ സഹിതം സൽവാർ റോഡിലെ സെർച്ച് ആൻഡ് ഫോളോ ആപ്പ് വകുപ്പിനെ സമീപിക്കണമെന്നാണ് നിർദ്ദേശത്തിലുള്ളത്. അപ്പോൾ ഇനി അവസാന തീയതിക്കായി അധികം സമയമില്ല. വേഗം തന്നെ ഇവ പാലിക്കാത്ത പ്രവാസികൾ ഉണ്ടെങ്കിൽ അവ അവസാന തീയതിക്ക് മുൻപായി നിയമപരമായ സ്റ്റാറ്റസിലേക്ക് മാറാൻ ശ്രദ്ധിക്കുക. അതേസമയം സർക്കാർ സേവനങ്ങൾ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിലൂടെ നടപടിക്രമങ്ങൾ എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായി മെട്രാഷ് 2 ആപ്പിൽ കൂടുതൽ സേവനങ്ങൾ ഉൾപ്പെടുത്തി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. പുതിയതായി 6 സേവനങ്ങളാണ് മെട്രാഷ് 2 ആപ്പിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. വിസ സേവനങ്ങൾക്ക് പുറമെ റിക്രൂട്ട്മെന്റ്, ആപ്ലിക്കേഷൻ റിവ്യൂ കമ്മിറ്റിയുടെ സേവനങ്ങൾ, കമ്പനികളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് പുറത്തുവിട്ടത്. ബിസിനസ്മെൻ വിസ, ഒഫീഷ്യൽ വിസ, ടൂറിസ്റ്റ് എന്നിവയുടെ കാലാവധി നിബന്ധനകൾക്ക് വിധേയമായി നീട്ടുന്നതിനുള്ള സൗകര്യമാണ് മെട്രാഷ് ആപ്പിൽ പുതിയതായി ചേർത്തിരിക്കുന്ന സേവനങ്ങളിൽ ഒന്ന്. പ്രത്യേക സാഹചര്യത്തിൽ ഈ വിസകളുടെ കാലാവധി നീട്ടുന്നതിനുള്ള അപേക്ഷ ആപ്പ് വഴി സമർപ്പിക്കാനാകും. അതിനുള്ള സാഹചര്യവും ആവശ്യമായ രേഖകളും ആപ്പിൽ അപ്ലോഡ് ചെയ്താൽ അപേക്ഷ ഓൺലൈനായി വിലയിരുത്തിയ ശേഷം വിസ എക്സ്റ്റൻഷൻ അനുവദിക്കും. വിസ ഉടമകൾക്ക് തങ്ങളുടെ നിലവിലെ തൊഴിലുടമയെ മാറ്റാനുള്ള സൗകര്യവും ഇനി മുതൽ മെട്രാഷ് 2 ആപ്പിൽ ലഭിക്കും. ഇതിനുള്ള അപേക്ഷ നൽകാനുള്ള സൗകര്യവുമാണ് ആപ്പിൽ പുതിയതായി ചേർത്തിരിക്കുന്നത്. തൊഴിൽ വിസയിൽ രാജ്യത്തിനകത്തുള്ള വിസ ഹോൾഡർക്കാണ് ഇതിനുള്ള സൗകര്യം ലഭിക്കുക. നിലവിലെ തൊഴിലുടമയുടെ നിരാക്ഷേപ പത്രം ഇതിനായി ആപ്പിൽ അപ്ലോഡ് ചെയ്യണം. മറ്റ് നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കുന്നതോടെ നിലവിലെ തൊഴിലുടമയിൽ നിന്ന് പുതിയ തൊഴിലുടമയിലേക്ക് തൊഴിൽ വിസ മാറ്റുവാനും സാധിക്കും. മെട്രാഷ് 2 ആപ്പിലെ റെസിഡൻസി സർവീസ് വിൻഡോ വഴി ഫാമിലി വിസയിലെ സ്പോൺസറെ മാറ്റാനും ഇനി മുതൽ അവസരം ലഭിക്കും. നിലവിലെ കുടുംബ സ്പോൺസറിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പോൺസർഷിപ്പ് മാറ്റാൻ ഫാമിലി വിസയിലുള്ളവർക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. പുതിയ സ്പോൺസറാണ് ഇതിനുള്ള അപേക്ഷ നൽകുകയും ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നവജാത ശിശുക്കൾക്ക് വിസ ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യവും മെട്രാഷ് 2 ആപ്പിൽ പുതിയതായി ചേർത്തിട്ടുണ്ട്. ഫാമിലി വിസിറ്റ് വിസയിൽ രാജ്യത്ത് വന്ന അമ്മമാരുടെ മക്കൾക്കാണ് ഈ സേവനം ലഭിക്കുക. ഫാമിലി വിസിറ്റ് വിസയിലായിരിക്കെ രാജ്യത്ത് വെച്ച് പിറന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുവഴി വിസ എടുക്കാൻ സാധിക്കും. അമ്മയുടെ സ്പോൺസറാണ് ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. അമ്മയ്ക്ക് ലഭിച്ച അതേ രീതിയിലുള്ള വിസ തന്നെയാവും നവജാത ശിശുവിനും ലഭിക്കുക. മെട്രാഷ് 2 ആപ്പിൽ പുതിയതായി ഏർപ്പെടുത്തിയ സേവനങ്ങളിൽ മറ്റൊന്ന് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷനാണ്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ വഴി കമ്പ്യൂട്ടർ കാർഡ് സ്വന്തമാക്കാൻ ഇതിലൂടെ സാധിക്കും. ഖത്തറിന്റെ പുതിയ സേവനങ്ങളും ഇളവുകളും എല്ലാ പ്രവാസികളും പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.